First news: National Jal Jeevan Mission to organize virtual conference with state and UT's Ministers of Rural Water Supply. ദേശീയ ജൽ ജീവൻ മിഷൻ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമീണ ജലവിതരണ മന്ത്രിമാരുടെ വെർച്വൽ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നു. ഇവിടെ UT എന്നുദ്ദേശിക്കുന്നത് യൂണിയൻ ടെറിട്ടറീസിനെയാണ്. ഇക്കഴിഞ്ഞ നവംബർ 3-നാണ് വെർച്വൽ കോൺഫറൻസ് സംഘടിപ്പിച്ചത്. കേന്ദ്ര ജൽശക്തി മന്ത്രി ശ്രീ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അധ്യക്ഷത വഹിച്ചു. നെക്സ്റ്റ് ന്യൂസ്: രാഷ്ട്രീയ ഏക്താ ദിവസ് 2020 Prime Minister Modi takes part in celebrations, inaugurates seaplane service. രാഷ്ട്രീയ ഏകതാ ദിവസ് 2020 പ്രധാനമന്ത്രി മോദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു സീപ്ലെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിലെ കെവാഡിയിൽ നടന്ന ഏകതാ ദിവസ് പരേഡിലും അദ്ദേഹം പങ്കെടുത്തു. സബർമതി നദീതീരത്തു നിന്നും കെവാഡിയ വരെയാണ് സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. ഒക്ടോബർ 31 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമാണ് രാഷ്ട്രീയ ഏകതാ ദിവസമായി ആചരിക്കുവാനും അദ്ദേഹം ആഹ്വാനം ചെയ്തത്. നെക്സ്റ്റ് ന്യൂസ്: സിയോൺ കോണറി, ജെയിംസ് ബോണ്ട് സ്റ്റാർ, പാസസ് അവേ അറ്റ് ദ ഏജ് ഓഫ് 90. ജെയിംസ് ബോണ്ട് താരം സിയോൺ കോണറി 90-ാം വയസ്സിൽ അന്തരിച്ചു. സ്കോട്ടിഷ് നടനായാണ് അദ്ദേഹം അഭിനയ രംഗത്ത് തുടക്കം കുറിച്ചത്. പ്രശസ്ത നോവലിസ്റ്റായ ഇയാൻ ഫ്ലെമിങ്ങിൻ്റെ ജെയിംസ് ബോണ്ട് കഥകൾ സിനിമയാക്കിയപ്പോൾ 1962 മുതൽ 1983 വരെ പുറത്തുവന്ന 7 ജെയിംസ് ബോണ്ട് സിനിമകളിൽ നായകനായി അഭിനയിച്ച് ശ്രദ്ധേയനായ വ്യക്തിയാണ് ഇദ്ദേഹം. 1987 ദ അൺടച്ചബിൾസ് എന്ന സിനിമയിലെ അഭിനയത്തിന് ഇദ്ദേഹം സഹനടനുള്ള ഓസ്കാർ അവാർഡ് സ്വന്തമാക്കി. നെക്സ്റ്റ് ന്യൂസ്: UN adopts 2 India-sponsored nuclear disarmament resolution. ഇന്ത്യ നിർദ്ദേശിച്ച 2 ആണവ നിരായുധീകരണ പ്രമേയം UN അംഗീകരിച്ചു. ഇവിടെ അഡോപ്റ്റ്സ് എന്നാൽ അംഗീകരിക്കുക, ഡിസാർമമെൻറ്റ് എന്നാൽ നിരായുധീകരണം, റെസൊല്യൂഷൻ എന്നാൽ പ്രമേയം എന്നാണ് അർത്ഥമാക്കുന്നത്. റെഡ്യൂസിംഗ് ന്യൂക്ലിയർ ഡേഞ്ചർ, കൺവെൻഷൻ ഓൺ പ്രൊഹിബിഷൻ ഓഫ് ദി യൂസ് ഓഫ് ന്യൂക്ലിയർ വെപ്പൺസ് എന്നിവയാണ് അംഗീകരിക്കപ്പെട്ട പ്രമേയങ്ങൾ. നവംബർ 3-ാം തീയതി UN ജനറൽ അസംബ്ലിയുടെ ആദ്യ കമ്മിറ്റിയാണ് പ്രമേയങ്ങൾ അംഗീകരിച്ചത്. നെക്സ്റ്റ് ന്യൂസ്: നാസ ടാർഗറ്റിംഗ് ടു ലോഞ്ച് US യൂറോപ്യൻ ഓഷ്യൻ മോണിറ്ററിംഗ് സാറ്റലൈറ്റ് ഓൺ നവംബർ 21. US യൂറോപ്യൻ സമുദ്ര നിരീക്ഷണ ഉപഗ്രഹം നവംബർ 21-ാം തീയതി വിക്ഷേപിക്കാൻ നാസ ലക്ഷ്യമിടുന്നു. ഇവിടെ ടാർഗറ്റ് എന്നാൽ ലക്ഷ്യം, ലോഞ്ച് എന്നാൽ വിക്ഷേപിക്കുക, നാസ എന്നതിൻ്റെ പൂർണ്ണരൂപം നാഷണൽ എയ്റോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ്. സെന്റിനൽ-6 എന്ന സാറ്റലൈറ്റ് ഫാൽക്കൺ 9 റോക്കറ്റിൽ കാലിഫോർണിയയിലെ വാൻഡൻബർഗ് എയർഫോഴ്സ് ബേസിൽ നിന്നാകും വിക്ഷേപിക്കുക. നെക്സ്റ്റ് ന്യൂസ്: ഹരിയാന ഗവൺമെൻറ് പാസസ് ബിൽ ടു പ്രൊവൈഡ് 75% റിസർവേഷൻ ഇൻ പ്രൈവറ്റ് സെക്ടർ ജോബ്സ് ടു ലോക്കൽ കാൻഡിഡേറ്റ്സ്. പ്രാദേശിക ഉദ്യോഗാർത്ഥികൾക്ക് സ്വകാര്യ മേഖലയിലെ ജോലികളിൽ 75% സംവരണം നൽകാനുള്ള ബിൽ ഹരിയാന സർക്കാർ പാസാക്കി. ഇവിടെ പ്രൊവൈഡ് എന്നാൽ നൽകുക, റിസർവേഷൻ എന്നാൽ സംവരണം, കാൻഡിഡേറ്റ്സ് എന്നാൽ ഉദ്യോഗാർത്ഥികൾ എന്നാണ് അർത്ഥമാക്കുന്നത്. ദ ഹരിയാന സ്റ്റേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓഫ് ലോക്കൽ കാൻഡിഡേറ്റ്സ് ബിൽ 2020 ആണ് പാസാക്കിയത്. ഇക്കഴിഞ്ഞ 5-ാം തീയതിയാണ് ബിൽ പാസാക്കിയത്. എന്നിരുന്നാലും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 19 ലംഘനമായാണ്
വിലയിരുത്തുന്നത്. അതുകൊണ്ട് പ്രസിഡന്റിൻ്റെ അനുമതി ലഭ്യമായാൽ മാത്രമേ നിയമപ്രാബല്യമുണ്ടാകൂ. നെക്സ്റ്റ് ന്യൂസ്. വാട്സാപ്പ് പേ ലോഞ്ചസ് ഇൻ ഇന്ത്യ റെസ്ട്രിക്റ്റഡ് ടു 20 മില്യൺ യൂസേഴ്സ് ഇൻ ഫേസ് 1. വാട്സാപ്പ് പേ ഇന്ത്യയിൽ ആരംഭിച്ചു. ഒന്നാം ഘട്ടത്തിൽ 20 ലക്ഷം പേർക്കായി പരിമിതപ്പെടുത്തുന്നു. ഇവിടെ റെസ്ട്രിക്റ്റ് എന്നാൽ പരിമിതപ്പെടുത്തുക, ഫേസ് എന്നാൽ ഘട്ടം എന്നാണ് അർത്ഥമാക്കുന്നത്. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്നും അനുമതി ലഭ്യമാകുന്ന മുറയ്ക്ക് എല്ലാ ഉപഭോക്താക്കൾക്കും ഈ സൗകര്യം ലഭ്യമാകുന്നതായാണ് അറിയുന്നത്. വാട്സാപ്പ് UPI യൂസർ ബേസ് ഇപ്പോൾ 10 ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണ്. നെക്സ്റ്റ് ന്യൂസ്. തമിഴ്നാട് ഗവൺമെൻറ് അനൗൺസസ് 100% ടാക്സ് എക്സംഷൻ ഫോർ ഇ-വെഹിക്കിൾസ്. തമിഴ്നാട് സർക്കാർ ഈ വാഹനങ്ങൾക്ക് 100% നികുതി ഇളവ് പ്രഖ്യാപിച്ചു. ഈ വർഷം നവംബർ 3 മുതൽ 2022 ഡിസംബർ 31 വരെയാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നെക്സ്റ്റ് ന്യൂസ്. എലക്ഷൻ ഓഫ് കമല ഹാരിസ് as next US Vice President, a historic moment, ഇന്ത്യൻ അമേരിക്കൻസ്. അടുത്ത US വൈസ് പ്രസിഡന്റായി കമല ഹാരിസിൻ്റെ തിരഞ്ഞെടുപ്പ് ചരിത്രപരമായ നിമിഷം ഇന്ത്യ അമേരിക്കക്കാർക്ക്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയാണ് കമല ഹാരിസ്. ആദ്യ ഇന്ത്യൻ വംശജ എന്ന നേട്ടവും ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ കറുത്ത വർഗക്കാരി എന്ന നേട്ടവും കമല സ്വന്തമാക്കി. ഡെമോക്രാറ്റിക് പാർട്ടിയാണ് 55-കാരിയായ കമല ഹാരിസിനെ വൈസ് പ്രസിഡന്റിൻ്റെ സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത്. കാലിഫോർണിയയിലെ ഓക്ലാൻഡിലാണ് കമലയുടെ ജനനം. പിതാവ് ഡൊണാൾഡ് ഹാരിസ് ജമൈക്കക്കാരനും മാതാവ് ശ്യാമള ഗോപാലൻ തമിഴ്നാട്ടുകാരിയുമാണ്. Election with the very soul of America at stake and the world watching, you ushered in a new day for America. To our campaign staff and volunteers, this Last news. 6 startups led by women win COVID-19 Sri Shakti Challenge. വനിതകളുടെ നേതൃത്വത്തിലുള്ള 6 സ്റ്റാർട്ടപ്പുകൾ COVID-19 സ്ത്രീ ശക്തി ചലഞ്ച് നേടി. UN-ൻ്റെ സഹകരണത്തോടെ മൈ ഗവേൺ സംഘടിപ്പിച്ച COVID-19 സ്ത്രീ ശക്തി ചലഞ്ചിലാണ് വനിതകൾ നേതൃത്വം നൽകുന്ന 6 സ്റ്റാർട്ടപ്പുകൾ മുന്നിലെത്തിയത്. രാജ്യത്തെ 1265 സംരംഭങ്ങൾ പങ്കെടുത്തതിലാണ് ഈ നേട്ടം.